GCC രാജ്യങ്ങളിൽ ഒമാൻ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലും ആക്രമണം ഉണ്ടായെങ്കിലും വളരെ ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായത് എങ്കിൽ സൗദിക്ക് നേരെ ഉണ്ടായ 2 തവണ ഉണ്ടായ ആക്രമണം ഒഴിച്ചാൽ പിന്നീട് സൗദിക്ക് നേരെ കാര്യമായ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സൗദിയിൽ സ്ഥിതി ശാന്തമാണ്, ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഓഫീസുകളും വിമാനത്താവളങ്ങളും സ്കൂളുകളും അതുപോലെയുള്ള മറ്റെല്ലാ സംവിധാനങ്ങളും സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പല വിമാന സർവീസുകളും റദ്ദാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല വിമാനയാത്രക്കാർ നിർബന്ധമായിട്ടും ബന്ധപ്പെട്ട എയർലൈൻ കമ്പനികളുമായി ബന്ധപ്പെടണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം സൗദി ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നുള്ള വാർത്തകൾ മാത്രമേ സ്വീകരിക്കാവൂ എന്ന് സൗദി ഈ സ്വദേശികളോടും വിദേശികളോടും വളരെ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ കെട്ടിടങ്ങള്, അവയുടെ പരിസരങ്ങൾ എന്നിവയുടെ ദൃശ്യങ്ങൾ ഒരു നിലയ്ക്കും പകർത്താനോ അത് പ്രചരിപ്പിക്കാനോ പാടില്ല, അത് പങ്കുവെക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് സിവിൽ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങളോ ആവട്ടെ, അത് ഏത് സ്ഥാപനങ്ങളായാലും അതിന്റെ ഫോട്ടോ എടുക്കാനോ അത് പ്രചരിപ്പിക്കാനോ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ ഗൾഫ് രാജ്യങ്ങളും, സൗദി ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇറാനെതിരെ തിരിഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇറാനെ ആക്രമിക്കാൻ ഒരു നിലക്കും സൗദിയും അതോടൊപ്പം തന്നെ UAE-യും തങ്ങളുടെ മണ്ണോ വ്യോമപാതയോ വിട്ടു നൽകില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇറാൻ സൗദിക്ക് നേരെയും UAE-ക്ക് നേരെയും ഒക്കെ ആക്രമണം നടത്തി എന്നത് ഈ രാജ്യങ്ങളെയൊക്കെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഇറാനുമായുള്ള ബന്ധം വീണ്ടും വഷളാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ ശക്തമായ നയതന്ത്ര നീക്കങ്ങൾ, ചർച്ചകളും ഒക്കെ ഈ ഗൾഫ് രാഷ്ട്ര നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്താണ് യമനിലെ ഹൂത്തികൾ ഇറാന് പൂർണ്ണ പിന്തുണ അറിയിച്ചിരിക്കുന്നത്. ഇത് വീണ്ടും ഈ ഇറാനുമായുള്ള ബന്ധം, ഗൾഫ് രാജ്യങ്ങളുടെ ബന്ധം വഷളായി കഴിഞ്ഞാൽ ഹൂത്തികൾ മുമ്പത്തെ പോലെ ഹൂത്തികളിൽ നിന്നുള്ള ആക്രമണം, ഇറാൻ ഹൂത്തികൾ വഴി നടത്തുന്ന ആക്രമണം വീണ്ടും ഉണ്ടാവുമോ എന്ന ആശങ്കയൊക്കെ ഇപ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ട്. ഏതായാലും ഇന്ത്യക്കാരുൾപ്പെടെ എല്ലാവരോടും ജാഗ്രത പാലിക്കാൻ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൗദിയിലെ വിമാനത്താവളങ്ങളിൽ മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വിമാനത്താവളങ്ങളിൽ എത്തിയ പല ആളുകളും അവിടെ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്.